ആയുർജാഗ് ഫാമിലെ പുതിയ ഒരു ഇനം പ്ലാവും അതിൽ നിറയെ ചക്കകളും കുരുപാവി മുളപ്പിച്ചുണ്ടായ ഒരു പ്ലാവിനമാണ്. ഇതിലൊരു ചക്ക പഴുത്തിരിക്കുന്നു. ഇത് ബെഡ് ചെയ്ത പ്ലാവല്ല, കുരുപാവി മുളപ്പിച്ച പ്ലാവാണ്. അപ്പോൾ ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പ്ലാവ് ബെഡ് ചെയ്താണെന്ന് പറയാൻ നിൽക്കണം, നിങ്ങൾക്ക് വന്നാൽ നേരിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇത് ചക്ക ഒന്ന് മുറിച്ചിട്ട് നമുക്ക് കാണാം. അത്യാവശ്യം ചക്കകളുണ്ട് ഈ പ്ലാവിൽ. ആ മുകളിലുള്ള ചക്കയാണ് മുറിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞു. ചക്ക മുറിച്ചു. ഇതാണ് ചക്ക. ഇതാണ് പ്ലാവിൻ്റെ ചുവട് വശം, ബെഡ് ചെയ്ത പ്ലാവൽ. ഇതാണ് ആ പ്ലാവ്. ഇനി നമുക്ക് ആ ചക്ക മുറിക്കുന്നത് ഒന്ന് കാണാം. ഇതാണ് ആ ചക്ക മുറിക്കുകയാണ്. ഇലയിൽ വെച്ചാണ് ചക്ക മുറിക്കുന്നത്. ഇതിൻ്റെ യെല്ലോ കളറ് കാണാം. ഇതാണ് ആ ചക്കയുടെ മുറിവായ. ഇത് കണ്ടു. ഇനി നമുക്ക് ഈ ചക്ക മുറിച്ച് കാണാം. ഇതിൻ്റെ എത്രമാത്രം അതിൻ്റെ ഭംഗിയുണ്ട്. നിറയെ ചക്കച്ചുളകളാണ്, ഒരു സംശയമില്ല. നിറയെ ചക്കച്ചുളകൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഇത് കാഴ്ചയാണ്. ഇത് മഴക്കാലത്തും ഇതിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഇറങ്ങാത്ത ഒരു ഇനമാണ്. ഞങ്ങളുടെ ആയുർജാക്ക് എന്നുള്ള ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസം 28-ാം തീയതി വരെ ഇതിൻ്റെ പഴുത്ത ചക്ക മുറിച്ച് കഴിച്ചത് ഞങ്ങൾ ഫേസ്ബുക്കിലിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയാം. അപ്പോൾ അതിൽ വെള്ളം ഇറങ്ങില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കളറ്. ഇതാണ്ട, ഇതിൻ്റെ കളറിനും ഉണ്ടൊരു പ്രത്യേക ഭംഗി. ഉള്ളിൽ ഇപ്പോൾ വേനൽക്കാലമാണ്. അപ്പോൾ ആയുർജാക്ക് ഫാമിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ആയുർജാക്ക് ഫാമിലെ 115ഓളം ഇനങ്ങളിൽപ്പെട്ട ഒരിനം പ്ലാവിനമാണ്. നല്ല ചക്കയാണ്. ഒരു ചുളരും. ഇതാണ് എൻ്റെ ചക്കച്ചുള. വളരെ മനോഹരമായ നല്ല കളറും നല്ല രുചിയും. ഞാൻ കഴിച്ചു നോക്കട്ടെ. അതിഗംഭീര രുചിയാണ്, ഒരു സംശയമില്ല. എന്തോ നല്ല മധുര ഇല്ല. ഇതാ നിങ്ങളിവിടെ അത്രയും രുചിയുള്ള ഒരു ചക്കയാണ്, അതിൽ സംശയമില്ല. ഇതിൻ്റെ തൈകളൊക്കെ ആയിട്ട് ഇനി ഞങ്ങൾ വീണ്ടും വരും. 3 വർഷമായി ഇത് കായ്ക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള മാറ്റമില്ല. വളരെ മനോഹരമായിട്ടുള്ള ചക്കയും ചക്കച്ചുളയും അസാമാന്യ രുചിയും ആയുർജാക്ക് ഫാമിൽ നിന്ന് വർഗീസ് തരാൻ. താങ്ക് യു.